ഗുഡ് മോർണിംഗ്. കോഫി വിത്ത് ക്രൈസ്റ്റ്. നമ്മൾ സാംസ് 91 ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സങ്കീർത്തനം 99 കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സങ്കീർത്തനം 91 5ഉം 6ഉം വാക്യങ്ങൾ പ്രഭാതത്തിൽ നമ്മൾക്ക് ഒന്നിച്ച് ചിന്തിച്ചാലോ? ചൊല്ലിപ്പോകുന്നവരിലോട് പലരോടും ഞാൻ ചോദിച്ചു, എന്താണ് ഈ രാത്രിയിലെ ഭീകരത, പകൽ പറക്കുന്ന അസ്ത്രം? പലരും പല കാര്യങ്ങളും പറഞ്ഞു, ഒരുപാട് ചിന്തകൾ പങ്കുവെച്ചു. അതിൽ നിന്ന് ചില ചിന്തകൾ നമുക്ക് ഒന്നിച്ച് ഈ പ്രഭാതത്തിൽ ഒന്ന് പങ്കുവെക്കാം. രാത്രിയിലെ ഭീകരത, പകൽ പറക്കുന്ന അസ്ത്രം, അതൊരു പ്രതീകാത്മകമായിട്ടുള്ളൊരു കാവ്യഭാഷയാണ്, അല്ലെ? ഒരു പോയറ്റിക് ഫ്രേസാണ്. രാത്രിയിലെ ഭീകരത, അന്നും ഇന്നും രാത്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇരുട്ട്, അന്ധകാരം എന്ന് പറയുന്നത് ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന പല ശക്തികളുമുണ്ട്. നമ്മെ ആക്രമിച്ച് കീഴടക്കാനായിട്ട് ഒളിഞ്ഞിരിക്കുന്ന ശക്തികൾ. അന്ധകാരം, ഡാർക്ക്നെസ്, അത് പലതരത്തിലാകാം. അറിവില്ലായ്മയുടെ അന്ധകാരം, അജ്ഞാനത്തിന്റെ, ഭാവിയെ പറ്റിയുള്ള ആകുലതയുടെ, ഒന്നും നമ്മൾ മുന്നോട്ട് കാണുന്നില്ല, ആ അന്ധകാരം. നമ്മളിലേക്ക് വരുന്ന ആരോപണങ്ങൾ നമ്മൾ കാണുന്നില്ല, പക്ഷെ പലരും ആരോപിക്കുന്നു. ആത്മീയമായിട്ട് പറഞ്ഞാൽ ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനം, ഭയം, ആശങ്കകൾ, അന്ധകാര ശക്തികളുടെ ഉപദ്രവം, അനാവശ്യ ചിന്തകൾ, ഇതെല്ലാം ഈ രാത്രിയിലെ ഭീകരതയോട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യം നമ്മൾ വായിച്ച് നമുക്ക് സുപരിചിതമാണ്. അവളുടെ കാൽ കീഴിൽ ചന്ദ്രൻ. ഇരുട്ടിന്റെ ശക്തികളെ, അന്ധകാര ശക്തികളെ വിജയം വരിച്ച യേശു തന്റെ സഭയോട് പറയുകയാണ്. ലൂക്കാ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. അപ്പൊ ഈ മറഞ്ഞിരിക്കുന്ന ശക്തികൾ, അതായത് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നമ്മളെ ഉപദ്രവിക്കാനായിട്ട്, ആക്രമിക്കാനായിട്ട് മറഞ്ഞിരിക്കുന്ന ശക്തികളൊന്നും ഇനി നിന്നെ ഉപദ്രവിക്കുകയില്ല. എങ്ങനെയാണെങ്കിൽ, നീ അത്യുന്നതന്റെ സീക്രട്ട് പ്ലേസിൽ, ആദ്യത്തെ വചനത്തിൽ നമ്മൾ ഇന്നലെ കണ്ടു, അത്യുന്നതന്റെ സീക്രട്ട് പ്ലേസ് എന്താണെന്ന്. അവിടെ മറഞ്ഞിരിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ സങ്കേതത്തിലാണെങ്കിൽ, അവന്റെ കോട്ടയ്ക്കുള്ളിലാണെങ്കിൽ, അവൻ നിന്റെ ആശ്രയമാണെങ്കിൽ, ഇതൊന്നും നിന്നെ ബാധിക്കുകയില്ല. ഇനി പകൽ പറക്കുന്ന അസ്ത്രം എന്താണ്? ആരോ, പഴയകാലത്തെ യുദ്ധ ആയുധമാണ്, അല്ലെ? പകൽ വെളിച്ചത്തിൽ ശത്രു നമുക്ക് നേരെ തൊടുത്തുവിടുന്ന ആയുധം. എഫേസസ് 6:16 പറയുന്നു, ദുഷ്ടന്റെ ജ്വലിക്കുന്ന ക്രൂരമ്പുകളെ കെടുത്തുന്ന വിശ്വാസത്തിന്റെ പരിചയെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കും. ജ്വലിക്കുന്ന കൂരമ്പ്, ആരോ വിത്ത് ഫയർ, തീ അമ്പെന്നാണ് അവിടെ പറഞ്ഞത്. അതായത് മുഖത്ത് നോക്കി ഭക്തന് നേരെ ആരോപിക്കുന്ന, അല്ലെങ്കിൽ പറഞ്ഞു വിടുന്ന, പടച്ചു വിടുന്ന ചില ആരോപണങ്ങൾ, അത് വിശ്വാസിക്കും വിശ്വാസത്തിനും എതിരായിട്ടുള്ള ആരോപണങ്ങൾ. അതൊന്നും നിന്നെ വീഴ്ത്താൻ നോക്കിയേക്കാം. അത് പ്രലോഭനങ്ങളാകാം, കുറ്റപ്പെടുത്തലുകളാകാം, ചില ചതിക്കുഴികളാകാം, വഞ്ചനകളാകാം, അത് ചില ബന്ധങ്ങളിലൂടെ ആകാം, ജോലിയാകാം, സാമൂഹിക പശ്ചാത്തലത്തിലുള്ളതാകാം. എങ്ങനെയുള്ളതാണെങ്കിലും 91-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം പറയുന്നു, ദൈവം സങ്കേതവും കോട്ടയും ആയിട്ടുണ്ട് എങ്കിൽ, അല്ലെ, പരിചയമായിട്ട് വിശ്വാസം ഉണ്ട് എങ്കിൽ, ഇതൊന്നും നിന്നെ തളർത്തുകയില്ല. നിനക്കെതിരെ വരുന്ന രഹസ്യ ആരോപണങ്ങളും പരസ്യ ആരോപണങ്ങളും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നിനെയും നീ ഭയപ്പെടേണ്ട. കാരണം സങ്കീർത്തനം 121-4-5 പറയുന്നു, നിന്നെ കാക്കുന്ന ഇസ്രായേലിന്റെ പരിപാലകൻ, അവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. പിന്നെ എന്തിനാ പേടിക്കുന്നത്? അതായത് സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ എന്നെ നോക്കി പറയാണ്, എടാ കുഞ്ഞെ, നീ പേടിക്കൊന്നും വേണ്ട, നീ ഈ സംരക്ഷണ വലയത്തിന്റെ ഉള്ളിൽ തന്നെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ അവൻ നോക്കിക്കൊള്ളും. കാരണം അവൻ മയങ്ങുന്ന ദൈവമല്ല, രാത്രിയിൽ കതകടച്ചുറങ്ങുന്നതും ഉറക്കുന്നതുമായിട്ടുള്ള ദൈവമല്ല. അവൻ എന്നും ഉണർന്നിരുന്ന് നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്. സങ്കീർത്തനം 121-7 വാക്യത്തിൽ പറയുന്നു, കർത്താവ് നിന്നെ കാത്തുകൊള്ളും, അവിടുന്ന് നിന്റെ ജീവനെ സംരക്ഷിക്കും, നിന്റെ വ്യാപാരങ്ങളെ കാത്തുകൊള്ളും. അതായത് നമ്മുടെ ഇമാജിനറി ഫിയേഴ്സ് ആയിരിക്കും ചിലപ്പം നമ്മുടെ ബോസ്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബോസ് വിളിക്കുന്നു, ഇമ്മീഡിയറ്റ്ലി കം ഇൻ ടു മൈ ക്യാബിൻ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ആരോ നമ്മുടെ ഉള്ളിലേക്ക് കയറുകയാണ്. എന്തെങ്കിലും തെറ്റ് പറ്റിയോ, എന്തായിരിക്കും, അല്ലെ? അൺഎക്സ്പെക്റ്റഡ് ചലഞ്ച്. അവിടെ ചെല്ലുമ്പോൾ അറിയാം ഒന്നുമില്ല എന്നുള്ളത്. അൺഎക്സ്പെക്റ്റഡ് ചലഞ്ച്, അതെല്ലാം പേടിക്കുന്ന ഒരു ഷീൽഡ് പോലെ പരിചയമായി ദൈവം കൂടെയുണ്ട്. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, അദൃശ്യമായ മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഭീഷണികളാകാം, രോഗങ്ങളാകാം, പകർച്ചവ്യാധികളാകാം, എന്തും ആയിക്കോട്ടെ, നമ്മൾ പോലും അറിയാതെ നമ്മെ
സ്വാധീനിക്കുന്ന മറച്ചു വെക്കപ്പെട്ട പാപങ്ങളാകാം, എന്നാൽ നമ്മൾ ഇന്നും അത് ആസ്വദിക്കുന്ന പാപങ്ങളാകാം. അതെല്ലാം ആണെങ്കിലും ഇതൊന്നും നിന്നെ ഭീഷണിപ്പെടുത്തില്ല, അല്ലെങ്കിൽ നിന്നെ ഭീഷണിപ്പെടുത്തിയാലും അത് നിന്നെ തകർത്ത് കളയാനായിട്ട് ഞാൻ നിന്നെ അനുവദിക്കത്തില്ല. നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശം, നല്ല പ്രതാപത്തിൽ കഴിയുന്ന സമയത്ത് പെട്ടെന്ന് ജോബ്ലെസ് ആകുക, ഒരു ആക്സിഡന്റ് വരിക, ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുക, ഇതെല്ലാം പെട്ടെന്ന് പൊടുന്നനെ വരുന്നതാണ്, നട്ടുച്ചയ്ക്ക് വരുന്നത്. ഇതും നിന്നെ തളർത്തുകയില്ല. കാരണം നീ വസിക്കുന്നത് ഈശോയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സങ്കേതത്തിലും ദൈവത്തിന്റെ കോട്ടയ്ക്കുള്ളിലുമാണെങ്കിൽ ഈ ഒരു ബോധ്യത്തോടെ അവന്റെ കൈകൾ പിടിച്ച് നടക്കുന്ന ദിവസമായിരിക്കട്ടെ ഇന്നത്തെ ദിവസം. കർത്താവിന്റെ സഹായം സംരക്ഷണവും നമുക്ക് അനുഭവിക്കാൻ പൂർണ്ണ ആശ്രയത്വത്തോടെ ആദ്യത്തെ 2 വാക്യങ്ങൾ പരിപാലിക്കാനായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് മനഃപൂർവ്വം നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.